قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീകരവാദി ഒരു ചെറിയ പ്രദേശമായ ഗസയിൽ വംശഹത്യ തുടങ്ങിയിട്ട് ഇന്നേക്ക് 733 ദിവസമാവുകയാണ്. അഥവാ 2 കൊല്ലവും 3 ദിവസവുമായി. ഏകദേശം ഒരു ദിവസം 92 പച്ച മനുഷ്യരെ എന്ന കണക്കിൽ 67,160 മനുഷ്യ ജീവനെയാണ് ഈ നെറികെട്ട ഭരണാധികാരി കൊന്നു തള്ളിയത്. എന്തുമാകട്ടെ, അതിൻ്റെ അവസാനം എന്നുള്ള നിലക്ക് ഇന്നലെ മുതൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസും ഇസ്രായേലും കരാറിൽ ഒപ്പുവച്ചു എന്നാണ് പുതിയ വാർത്ത. അത് വെച്ചപ്പോഴും അത് വെച്ചതിന് ശേഷവും വീണ്ടും മനുഷ്യരെ അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വീണ്ടും 10 പേരോ മറ്റോ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുമാകട്ടെ, വെടി നിർത്തൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എത്രത്തോളം ഇതൊക്കെ നിലനിൽക്കും എന്ന് നമുക്ക് കണ്ടറിയുക മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രമാണ് സയനിസ്റ്റുകൾക്ക് എന്നുമുള്ളത്. പ്രവാചക കാലഘട്ടം മുതൽ സയനിസ്റ്റുകളുടെ സ്വഭാവം അതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കരാറൊക്കെ ബന്ദികളെയൊക്കെ വിട്ടുകിട്ടിക്കഴിയുമ്പോൾ എന്താണ് ഈ ഭീകരവാദി ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം 2 വെടിനിർത്തൽ ഇതിനകം നടന്നിരുന്നു. അതെല്ലാം പച്ചയായി ലംഘിക്കുകയാണ് ചെയ്തത്. അതിലെല്ലാം സംഭവിച്ചത് അവരുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറുകൾ മാത്രമായിരുന്നു. അത് പിന്നീട് ഏകപക്ഷീയമായിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ഈ കാര്യത്തിലും അത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. മറിച്ചുണ്ടായാൽ അത് ഗസക്കാരുടെയും ലോകത്തെ മാനവിക ബോധമുള്ള ആളുകളുടെയും ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കരാറിൽ നിലനിൽക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് പിന്മാറാതിരിക്കുവാനും ആ ജനതയ്ക്ക് ഒരു സമാധാനവും ശാന്തിയും ലഭിക്കുവാനുമുള്ള സൗകര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ രക്തസാക്ഷികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളുടെ ഒപ്പം ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തായാലും 2 വർഷം കഴിഞ്ഞ 7-ാം തീയതി, കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി, ഇന്ന് 10-ാം തീയതിയാണ്, കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയാണ് ഗസ വംശഹത്യക്ക് 2 വർഷം തികയുന്നത്. ഏതാണ്ട് ഈ 2 വർഷം ഗസ ലോകത്തിന് ഒരുപാട് പാഠങ്ങളും ഒരുപാട് തിരിച്ചറിവുകളും നൽകിയിട്ടുണ്ട്. അഥവാ ഒരു കുറേ ആളുകളുടെ ഉള്ളിലിരിപ്പും മനസ്സിലിരിപ്പും ഗസ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ യഥാർത്ഥ മുഖംമൂടി ഗസ ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പാഠങ്ങളും ഒത്തിരി തിരിച്ചറിവുകളും
ഈ ഗസ എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശം ലോകത്തിന് നൽകിയിട്ടുണ്ട്. ഒന്നാമത് UN ഐക്യരാഷ്ട്രസഭ എന്താണ് എന്ന് ലോകത്തിന് തിരിഞ്ഞു. അതിനെത്രത്തോളം ഈ ലോകത്ത് ഇടപെടാൻ കഴിയും, ഈ ലോകത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും എന്ന കാര്യം ലോകത്തിന് ബോധ്യപ്പെട്ടു ഈ സംഭവത്തോടു കൂടി 2 കൊല്ലത്തിനിടയിൽ. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കാപഠ്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അമേരിക്കയുടെ കുടില മനസ്സും കുടില തന്ത്രവും എന്തൊക്കെയാണ് എന്ന് ലോകത്തിനും നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ അറബ് ഭരണാധികാരികളുടെ നിസ്സഹായാവസ്ഥ എത്രമാത്രമാണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും മലയാളത്തിൽ മഷി പുരട്ടുന്ന മാധ്യമങ്ങളുടെയും ഒക്കെ ഉള്ളിലിരിപ്പ് എന്താണ്, തനിനിറം എന്താണ് എന്ന് ഗസ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ഗസ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മുടെ കേരളത്തിലെ മതസംഘടനകളുടെയും മതപണ്ഡിതന്മാരുടെയും നിലപാട് തറ നിലപാടുകളും എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. സർവോപരി എൻ്റെയും നിങ്ങളുടെയും തനിനിറം എന്താണ് എന്ന് ഗസ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാറ്റിലും ഉപരിയായി ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരനാകാനും എത്രമാത്രം പിശാചാകാനും കഴിയും എന്ന് ഗസ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപടി പാഠങ്ങളും തിരിച്ചറിവുകളും ഗസ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ള വെടിനിർത്തൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ മനസ്സിൽ പൊതുവിൽ മുസ്ലിം ലോകത്ത് ഒരു അറബ് വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളും പല ഖുതുബയിലൂടെയും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. സ്വാഭാവികമാണ് ആ അറബ് വിരുദ്ധ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ മുഖ്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം അയൽപ്പക്കത്ത് സ്വന്തം സഹോദരന്മാരെയും കുട്ടികളെയും മനുഷ്യ ചരിത്രത്തിലെ സവിശേഷ സ്വഭാവങ്ങളുള്ള മനുഷ്യഹത്യക്ക്, വംശഹത്യക്ക് വംശഹത്യ അവിടെ നടന്നിട്ട് ഉച്ചകോടി കൂടി ഉച്ചയൂണും കഴിച്ച് പിരിയാനല്ലാതെ ഫലപ്രദമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ, ഒരു സ്ട്രോങ് സ്റ്റെപ്പ് എടുക്കാൻ, ഒരു അഡമന്റ് സ്റ്റാൻഡ് എടുക്കാൻ അറബികൾക്ക് കഴിയാത്തതിൽ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിന് ഒരു അമർഷമുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, അതൊന്നും പെട്ടെന്ന് തിരുത്താനൊന്നും അവർക്ക് സാധ്യമേ അല്ല. അതിൻ്റെ ഒരു കുറേ വശങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അമേരിക്ക എല്ലാ പിന്തുണയും ഇസ്രായേലിന് ഗസയിൽ വംശഹത്യ നടത്താൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പിന്തുണയും, എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും ഗസയിൽ വംശഹത്യ നടത്താൻ, ആ കുഞ്ഞുങ്ങളെയും പച്ച ജീവനുകളെയും കൊന്നു തള്ളാൻ അമേരിക്ക എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ വാട്സൺ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുള്ള സൈനിക സഹായം എത്രയാണെന്നറിയാമോ? 1,92,616 കോടി രൂപയുടെ സൈനിക സഹായമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയത് ഈ 2 കൊല്ലം കൊണ്ട്. അതായത് 2 ലക്ഷം കോടി. ഇപ്പൊ നമ്മുടെ കേരള സർക്കാരിനുള്ള കടത്തിന്റെ പകുതി. അത്രയും കോടി രൂപയുടെ, കോടിയാണ്, അത്രയും രൂപയുടെ അല്ല, അത്രയും കോടി രൂപയുടെ സൈനിക സഹായം ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഉണ്ടായിട്ട് 89 വീറ്റോ പവറാണ് അമേരിക്ക പ്രയോഗിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ. അതിൽ 51 വീറ്റോ അധികാരവും ഉപയോഗിച്ചത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന നെറികെട്ട രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ അമേരിക്കയെയാണ് നമ്മുടെ അറബ് ഭരണാധികാരികൾ അവരുടെ ഒലിയായി, അവരുടെ സംരക്ഷകരായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെപ്റ്റംബർ 29, 28, 29 തീയതികളിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക പൊതുസഭ ചേർന്നത്.
ആ പൊതുസഭയിൽ വെച്ച് 150 രാഷ്ട്രത്തലവന്മാരെ മുന്നിലിരുത്തിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐ ലവ് ദ കിങ് സൽമാൻ. ഞാൻ സൗദി അറേബ്യയുടെ സൽമാൻ രാജാവിനെ ഇഷ്ടപ്പെടുന്നു. ബട്ട് ഐ സെഡ് കിങ്, വി ആർ പ്രൊട്ടക്ടിങ് യു. ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. ഈ രാഷ്ട്രത്തലവന്മാരെ മുന്നിലിരുത്തിയിട്ട് സൽമാൻ രാജാവിനോട് പറയുകയാണ്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. യു മൈറ്റ് നോട്ട് ബി ദയർ ഫോർ 2 weeks വിതൗട്ട് us. ഞങ്ങളില്ലാതെ 2 ആഴ്ച പോലും നിങ്ങൾക്ക് അവിടെ നിലനിൽക്കുക സാധ്യമേ അല്ല. 150 രാഷ്ട്രത്തലവന്മാരെ ഇരുത്തി US-ന്റെ സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് പ്രസംഗിച്ച പ്രസംഗമാണിത്. ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. കഴിഞ്ഞ 3-ാം തീയതി വെള്ളിയാഴ്ച ഒരു വാർത്ത നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ അദ്ദേഹം ഒപ്പുവെച്ചു. എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ? ഖത്തറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് അമേരിക്കയുടെ സമാധാനത്തിനും അമേരിക്കയ്ക്കും ഭീഷണിയായി കണക്കാക്കി എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും, സൈനികമായ തിരിച്ചടികൾ വരെ ഉണ്ടാകും എന്ന എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായാൽ അതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഖത്തറിന് നേരെ ഇസ്രായേൽ ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ ആക്രമണം ഉണ്ടായാൽ എന്നാണ് യഥാർത്ഥത്തിൽ. ഇസ്രായേൽ ഒഴികെയുള്ള ബാക്കി രാഷ്ട്രങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ആരെങ്കിലും ആക്രമണം ഖത്തറിന് നേരെ ഉണ്ടായാൽ ഞങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? 30 കിലോമീറ്റർ അപ്പുറത്ത് ബോംബ് കൊണ്ടുപോയിട്ടിട്ടൊന്നും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്നും അറിഞ്ഞില്ലല്ലോ. ഖത്തറിലാണല്ലോ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഇരിക്കുന്നത്. അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറയുന്നതിനൊക്കെ ഇത്ര അർത്ഥമുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇതാണ് അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും പെട്ടെന്ന് മാറാൻ ഇവർക്ക് കഴിയില്ല. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളത് പറഞ്ഞതാണ്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല, 10 കൊല്ലം കൊണ്ടുണ്ടായതല്ല. ഉസ്മാനിയ ഖിലാഫത്ത് പൊളിച്ചടക്കാനുള്ള ബ്രിട്ടന്റെ ഉപജാപക പണിയിൽ നിന്ന് ഇവർ നേടിയെടുത്ത, ഇവരുടെ മുൻഗാമികൾ, ഇവരുടെ ഉപ്പുപ്പമാർ നേടിയെടുത്തതാണ് ഇന്ന് അവർ കൈവശം വെച്ചിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത്. അത് അതിന് കൊടുത്തതാണ്. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ചാൽ, ഫലസ്തീൻ ഇഷ്യൂവിൻ്റെ ഒക്കെ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ആ രക്തത്തിൽ ഇവർക്കൊക്കെ, ഇവരുടെ ഉപ്പുപ്പമാർക്കൊക്കെ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അന്നുള്ളതാണ്, ഇവർ വളച്ചു കെട്ടിയെടുത്തതാണത്. അന്ന് കൊടുത്ത ഈ കൊച്ചു രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ എന്തോരമുണ്ട്, ഒക്കെ കൊച്ചു രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങളൊക്കെ തറവാട്ട് സ്വത്ത് പോലെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. അഥവാ ഒരു പ്രദേശം, അള്ളാന്റെ ഭൂമി കുറച്ച് വളച്ചു കെട്ടിയെടുത്ത് അവരുടെ കുടുംബമാണ് അത് ഭരിക്കുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയുമല്ല ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിൽ ഭരണാധികാരം ഏറ്റെടുക്കുന്നത്, മറിച്ച് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയ എവിടെ നടക്കണില്ല. അമേരിക്കക്ക് ലോകത്താകെ ജനാധിപത്യം വേണം, പക്ഷെ അറബ് രാഷ്ട്രങ്ങളിൽ ജനാധിപത്യം ആവശ്യമില്ല. അവിടെ ജനാധിപത്യം ആവശ്യം വരുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ അത് ആവശ്യപ്പെടുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുടുംബാധിപത്യ ഭരണം എവിടെ ഉണ്ടോ, അഥവാ അധികാരം ഇങ്ങനെ കൈമാറി ഉള്ള പ്രദേശങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവിടെ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകും, പക്ഷെ വൈജ്ഞാനികമായ മുന്നേറ്റമോ ശാസ്ത്രീയമായ മുന്നേറ്റമോ അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവില്ല. അത് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അവിടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എവിടെ? അറബ് രാഷ്ട്രങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ എവിടെ? അറബ് രാഷ്ട്രങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് എവിടെയാ? അറബ് രാഷ്ട്രങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ചില്ലുകൊട്ടാരം എവിടെയാ? അറബ് രാഷ്ട്രങ്ങളിലാണ്. എന്ന ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാല എവിടെ? അത് അമേരിക്കയിലാണ്, അത് UK-യിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ആയുധം എവിടെയാണ്? അത് അമേരിക്കയുടെ കയ്യിലാണ്, UK-യുടെ കയ്യിലാണ്, ഇസ്രായേലിന്റെ കയ്യിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എവിടെ? അതൊക്കെ അവിടെയാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് ആകെ കുറെ ചില്ലുകൊട്ടാരോ കുറെ റോഡും സൗകര്യങ്ങളുമാണ്. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കുടുംബാധിപത്യം നിലനിൽക്കുന്നവർക്ക് അവർക്ക് ആ കുടുംബാധിപത്യം അങ്ങനെ സുരക്ഷിതമായി നിലനിർത്തണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതിനപ്പുറം സൈനികമായ സ്വയം പര്യാപ്തത നേടണമെന്നോ അങ്ങനെ ഒന്നും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ വയലിലും പ്രഭാഷണങ്ങളിലൊക്കെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്ത കഥയൊക്കെ പറയാറില്ലേ? ഒരു ഭരണാധികാരി ഖലീഫ ഉമറിനെ ചോദ്യം ചെയ്തു.
പൂച്ചയെ പോലെ, കൊച്ചുകുട്ടിയെ പോലെ ഉമർ അത് സമ്മതിച്ചു. ഉമർ അതിന് തിരുത്തു കൊടുത്തു. അത് കറക്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇത് വയത് പറയാനും പ്രഭാഷണത്തിനും മാത്രമേ അവിടെ പറ്റുള്ളൂ. അവിടെ ചോദ്യം ചെയ്യണ്ട. മിമ്പറിൽ കയറി എന്നൊരു ഖുതുബ പ്രഭാഷണത്തിൽ അറേബ്യൻ ഭരണാധികാരിനെ ചോദ്യം ചെയ്യണ്ട, ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താൽ മതി. ആ ക്രിട്ടിസൈസ് ചെയ്ത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അതാണ് അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മിമ്പറിൽ നിന്ന് എത്ര തവണ നമ്മൾ ഈ ഭരണകൂടങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 100% അറബ് ഭരണാധികാരികളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യൽ പോട്ടെ, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. കാരണം ഒരു ജനാധിപത്യ സ്വഭാവമൊന്നും പല കാര്യത്തിലും അവിടെ ഇല്ല. അവിടെ പ്രതിഷേധങ്ങളും നമ്മൾ കാണുന്നുണ്ടോ? ഈ കണ്ട എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അഥവാ ഇസ്രായേലിന് സർവ്വ പിന്തുണയും കൊടുക്കുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ജപ്പാന്റെയും സകലമായ സ്ഥലങ്ങളിലും വമ്പിച്ച പ്രൊട്ടസ്റ്റിംഗ് നടക്കുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളിൽ എവിടെയാണ് നമ്മൾ വമ്പിച്ച പ്രതിഷേധം നടന്നിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങളൊന്നാലും അമേരിക്കയിലേക്ക് നോക്ക്, നമുക്കവിടെ ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്ന പ്രതിഷേധക്കാരെ നമുക്ക് കാണാം. ബ്രിട്ടനിലേക്ക് നിങ്ങൾ നോക്ക്, എന്തിനാ നമ്മുടെ രാജ്യത്തില്ലേ സർവോപരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇസ്രായേലിലേക്ക് നോക്ക്. ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ഇസ്രായേലിലുണ്ട്. വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിന്റെ ആസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള പല കാരണങ്ങളും, ഇനി മറ്റു പല കാരണങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് തിരുത്തുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. സൈനികമായ വൈജ്ഞാനികമായ മുന്നേറ്റം, ശാസ്ത്രീയമായ പുരോഗതി, സൈനികമായ സ്വയം പര്യാപ്തത, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ തൻ്റെ ഇടത്തോടുകൂടി ഞെളിഞ്ഞു നിന്ന് പറയാൻ കഴിയുള്ളൂ എന്തെങ്കിലും. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ ഈ അറബ് രാഷ്ട്രങ്ങൾ ഏതെങ്കിലും, കഴിഞ്ഞ ഖുതുബയിൽ ഞാനത് പറഞ്ഞതാണ്, അറബ് രാഷ്ട്രങ്ങൾ ആരെങ്കിലും സൈനികമായി സ്വയം പര്യാപ്തരാകാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നുവോ അന്നാളിൽ ആ രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്ക ആയിരിക്കും. ഈ സംരക്ഷണം ഞങ്ങൾക്കിനി ആവശ്യമില്ല, ഞങ്ങൾ സ്വയം പര്യാപ്തരാകാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്ന അന്ന് അറേബ്യയിൽ ജനാധിപത്യം വേണമെന്ന് അമേരിക്ക പറയും. അറേബ്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുരുതുരാ നടക്കുന്നു എന്ന് അമേരിക്ക പറയും. അമേരിക്ക ഇത്ര വരെ പറഞ്ഞു കളയും, അഥവാ കൂട്ട നശീകരണ ആയുധങ്ങൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് പുറത്തു കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെയാണല്ലോ ഒരു ഭരണാധികാരിയെ കൊലവിളിച്ചത്. 5 ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കി ഒരു ഭരണാധികാരി കൂട്ട നശീകരണ ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 5 ലക്ഷം ആളുകളെയും ആ ഭരണാധികാരിയെയും കൊന്നൊടുക്കിയിട്ട് പറയുകയാണ് മിസ്ഇൻഫർമേഷൻ ആയിരുന്നു, അത് തെറ്റായ വിവരം നൽകലായിരുന്നു. ഇതുപോലെ ഒരുപാട് തെറ്റായ വിവരങ്ങൾ അറേബ്യയിൽ നിന്നും കിട്ടും ഇവർക്ക്, അവരുടെ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അറബികളുടെ തലയിലേക്കൊന്നും വല്ലാണ്ട് കയറുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മളിങ്ങനെ പ്രതികരിക്കുന്നില്ല, അറബികൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അറബികളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും 3 വിരലെങ്കിലും മിനിമം നമ്മുടെ നേരെ ചൂണ്ടിയിരിക്കുകയാണെന്നുള്ളത്. നമ്മൾ അങ്ങോട്ടിങ്ങനെ ചൂണ്ടുമ്പോൾ മിനിമം 3 വിരൽ നമ്മുടെ നേരെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളും ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഈ അറബികളെ കുറ്റം പറയുമ്പോൾ നമുക്കൊക്കെ എത്രത്തോളം സാധിക്കുന്നുണ്ട്. കരക്കിരുന്നിട്ട് നീന്തൽ പഠിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കരക്കിരുന്ന് അങ്ങനെ നീന്തി ഇങ്ങനെ നീന്തുന്നൊക്കെ പറയാൻ എളുപ്പമാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ ഘട്ടം വരുമ്പോഴാണ് അതിൻ്റെതായൊരു പ്രയാസം വരുള്ളൂ. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണല്ലോ എപ്പോഴും നല്ലത്. പലവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന നേരം കൊണ്ട് നമ്മുടെ കാര്യം പറയുന്നതാണ്. നമ്മുടെയൊക്കെ നമുക്ക് ഭയങ്കര അമർഷമാണ് അറബികളോട്. നമ്മൾ ആ അമർഷം ഈ മിമ്പറിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമർഷമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അമർഷങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. എപ്പോഴും നമ്മളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം നെറിയേട് നടക്കുന്നുണ്ട്, എന്തെല്ലാം അനീതി നടക്കുന്നുണ്ട്, എന്തെല്ലാം അക്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ പാർട്ടി ബന്ധങ്ങൾ, നമ്മുടെ സംഘടനാ ബന്ധങ്ങൾ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, ഇതൊക്കെ നമുക്ക് തടസ്സമാകാറില്ലേ നമ്മുടെ ജീവിതത്തിൽ? അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും മൗനം പാലിച്ചിട്ടില്ലേ പലയിടത്തും? അതിനൊക്കെ കാരണങ്ങൾ എന്തായിരുന്നു? നമ്മുടെ സാമ്പത്തികാവസ്ഥ, നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, നമ്മുടെ സംഘടനാ ബന്ധങ്ങൾ, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, സാമൂഹികമായ പദവി, അങ്ങനെ പല പല കാരണങ്ങളാൽ ഇപ്പൊ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലക്ക് വളരെ തന്ത്രപരമായി നമ്മൾ മൗനം പാലിച്ചിട്ടില്ലേ?
അപ്പോൾ നമുക്ക് അതാണ് ശരിയെന്ന് തോന്നിയിട്ടില്ലേ? നമ്മളാ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് ഈ അറബികളുടെ നേരെ വിരൽ ചൂണ്ടുന്നതിൻ്റെ ന്യായമില്ലല്ലോ. നമ്മൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ നോക്കി നമ്മൾ മൗനം പാലിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു പാർട്ടിക്കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ, നമ്മളൊരു പാർട്ടിക്കാരനാണ്, നമ്മളൊരു പാർട്ടിയെ സ്നേഹിക്കുന്നു, നമ്മൾ ജന്മനാ മുതൽ പാരമ്പര്യമായിട്ടൊരു പാർട്ടിക്കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ ആ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല നമ്മൾ, ആ പാർട്ടിയുടെ പ്രാദേശികമായ സെക്രട്ടറി അല്ല നമ്മൾ, ആ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വം നമുക്കില്ല. മറിച്ച് ഞാൻ ആ പാർട്ടിക്കാരനാണ്. പണ്ട് മുതൽ എൻ്റെ കുടുംബത്തിൽ ആ പാർട്ടിക്കാരാണ് ഉള്ളത്. പണ്ട് മുതൽ ബാപ്പായൊക്കെ ആ പാർട്ടിക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ആ പാർട്ടിയെ കൊണ്ട് എന്തൊക്കെയോ ചില സഹായങ്ങൾ നമുക്കുണ്ട്. ആ ഒറ്റ കാരണത്താൽ മാത്രം ആ പാർട്ടി കാണിക്കുന്ന നെറികേടുകൾക്ക് നേരെ, അന്യായങ്ങൾക്ക് നേരെ മൗനം പാലിക്കുന്നവരല്ലേ നമ്മൾ, അല്ലേ? നമുക്ക് എങ്ങനെയാണ് വലിയ ഒരു രാഷ്ട്രം, ഒരു നാഷൻ സ്റ്റേറ്റ് പരിധിക്കകത്ത് വെച്ച് നിൽക്കുന്ന ഒരു ഭരണാധികാരിയോട് പെട്ടെന്ന് പ്രതികരിക്കൂ എന്ന് പറയാനുള്ള ന്യായം എന്താണ്? നമുക്ക് വെറും ഒരു പാർട്ടി ബന്ധം പോലും അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് നമ്മുടെ നട്ടെല്ല് തളർത്തി കളയുമ്പോൾ, നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, വലിയ ഒരു നേഷൻ സ്റ്റേറ്റിന്റെ അധികാരിക്ക് എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾ മറികടന്നുകൊണ്ട് നമ്മളീ പറയുന്ന രൂപത്തിൽ ആയുധം എടുക്കാൻ കഴിയുക? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആയുധം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ അത്? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ മിനിമം 3 വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടിയിട്ടതിന് ശേഷമേ നേരെ ചൂണ്ടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞാനും നിങ്ങളുമൊക്കെ എത്ര അന്യായങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ വലത്തോട്ട് നോക്കി നമ്മുടെ പാർട്ടി ബന്ധം നോക്കും, ഇടത്തോട്ട് നോക്കി നമ്മുടെ സംഘടനാ ബന്ധം നോക്കും, മുൻപിലേക്ക് നോക്കി തൻ്റെ സാമ്പത്തിക അവസ്ഥ നോക്കും, പുറകിലേക്ക് നോക്കി തൻ്റെ മറ്റു ബന്ധങ്ങളുടെ അവസ്ഥ നോക്കും, സോഷ്യൽ സ്റ്റാറ്റസ് നോക്കും, ഇല്ലേ? എന്നിട്ടല്ലേ നമ്മൾ പ്രതികരിക്കുള്ളൂ. അവിടെയൊക്കെ നമ്മൾ വളരെ ടാക്ടിക്കലായി, വളരെ തന്ത്രപരമായി മൗനം പാലിച്ചിട്ടും ഇവിടെ ഇരുന്നിട്ട് അറബികൾ എന്താ അങ്ങനെ ചെയ്യാത്തത്, ഇവരെന്താ ഇങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോ നമുക്ക് ഈ അറബികളോടുള്ള വിദ്വേഷം യഥാർത്ഥത്തിൽ ഗസക്കാരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. നമുക്ക് ഈ അറബികളോടുള്ള വിദ്വേഷം അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ന്യായമാണ്, ശരിയാണ്. പക്ഷേ ഈ ഗസക്കാരോട് സ്നേഹമുള്ള ആളുകൾ ഈ അന്തരീക്ഷത്തിൽ നാളുകളായി ഉയർത്തുന്ന ഒരു ജിഹാദുണ്ട്, ബോയ്ക്കോട്ട് ജിഹാദ്, ബഹിഷ്കരണ ജിഹാദ്. അഥവാ ഇസ്രായേലിന് ശക്തി പകരുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ സപ്പോർട്ടേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ നാളുകളായിട്ട് അന്തരീക്ഷത്തിൽ ആവശ്യമുയരുകയാണ്. നമ്മൾ എത്ര പേർക്ക് ആ വസ്തുക്കൾ ഫുൾ സ്ട്രിങ്ങിൽ നമുക്ക് ബോയ്ക്കോട്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കില്ല, ആ ജിഹാദ് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് ഫുൾ സ്ട്രിങ്ങിൽ അത് സാധിച്ചോളണമെന്നില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞതുപോലെ പരമാവധി പരമാവധി തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞ പോലെ പരമാവധി നമുക്ക് അവർക്ക് കരുത്തു പകരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാൻ, ആ ഡ്രിങ്ക് കുടിക്കാതിരിക്കാൻ, ആ ഡ്രസ്സ് ധരിക്കാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, പഠിച്ചു കഴിഞ്ഞ് ഉദ്യോഗാർത്ഥി എന്നോട് പറയുകയാണ്, ഒരു ഷർട്ട് കിട്ടിയില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ നല്ല ഷർട്ടുകൾ അവരുടേതാണ്, അതുകൊണ്ട് ഞാൻ ഷർട്ട് ഇപ്പോൾ തൽക്കാലം വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലുള്ളത് പോലും നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിലില്ല. നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാനൊക്കെ അറിയാം. എങ്ങനെ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പള്ളി പ്രസിഡന്റ് ആണെങ്കിൽ പിന്നെ ആ പള്ളിയിലേക്ക് നിസ്കരിക്കാനേ കയറൂല. അങ്ങനെ ആ ബോയ്ക്കോട്ട് മസ്ജിദ് നമുക്കറിയാം. അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു പരിപാടിയൊന്നുമല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾ പള്ളി പ്രസിഡന്റ് ആണ്, പിന്നെ ആ പള്ളിയിലേക്ക്, എനിക്ക് നേരിട്ടറിയാം പലരെയും, ആ ഒരു പള്ളി പ്രസിഡന്റ് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ തന്നെ കയറാം. ആ പരിപാടി ശരിയല്ല. അങ്ങനെ നിസ്കരിച്ചിട്ടും വലിയ പുണ്യം ഉണ്ടെന്ന് തോന്നുന്നുമില്ല. അതേപോലെ തന്നെ നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ സൊഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൊഫിൽ നിൽക്കൂല. അങ്ങനെ സൊഫ് ബോയ്ക്കോട്ട് നടത്താൻ നമുക്ക് പറ്റും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളെ നിൽക്കുന്നെങ്കിൽ ആ സഫിൽ നിന്ന് നമ്മൾ മാറി വേറെ സഫിൽ നിൽക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ആ ജിഹാദ് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ നമുക്ക് ആ ജിഹാദൊക്കെ നടത്താൻ നമുക്ക് പറ്റും. ഇതല്ല, ഗസയിലെ ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ അതിനിഷ്ഠൂരമായി വംശഹത്യ നടത്തുന്ന,
ഞാൻ പറഞ്ഞല്ലോ, പിശാചാകാൻ മനുഷ്യൻ എത്രത്തോളം കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ നേരെ ബോംബിടുക. ലോകത്ത് ആർക്കാണ് ഈ കാരുണ്യം പറ്റിയ നടപടി ചെയ്യാൻ സാധിക്കുക? അതുപോലെ തന്നെ ബോംബ് വീണ് മരിച്ചുപോയ സ്ത്രീകളുടെ കുടുംബത്തിലെ ആ അണ്ടർവെയർ, പിന്നെ അടിവസ്ത്രങ്ങൾ ധരിച്ച് ആർത്തുല്ലസിക്കുക. ലോകത്ത് ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക? മൃതദേഹങ്ങൾക്ക് നേരെ മൂത്രമൊഴിക്കുക. ലോകത്ത് ഏതു മനുഷ്യനാണ് ഇത് ചെയ്യാൻ കഴിയുക? അത് ചെയ്യുന്നവരാണവർ. അത് ചെയ്ത അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിയാവുന്ന അളവിൽ, മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ അപ്രായോഗികമായ ചില സംഗതികൾ ഉണ്ടാകും. തനിക്ക് എത്രത്തോളം സാധിക്കുമെന്ന് തനിക്ക് ഓരോരുത്തർക്കും അറിയാം. ആ അളവിൽ അത് വേണ്ടെന്ന് വെക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്കെന്ത് വേണം? അറബികൾ പ്രതികരിക്കണം. അറബികൾ ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നിലപാടൊക്കെ എടുത്ത് പ്രതികരിക്കണം. ഇതാണ് നമ്മുടെ നിലപാട്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലുമൊക്കെ ഫലസ്തീന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയും എന്നതൊഴിച്ചു നിർത്തിയാൽ, നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഈ വാർത്തകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോടൊരു അപേക്ഷ നടത്താൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലും സാധിക്കാത്ത ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും. എന്നിട്ടും അവർക്കെന്താ ആവശ്യം? ഖത്തർ പ്രതികരിക്കണം, സൗദി അറേബ്യ പ്രതികരിക്കണം എന്നതാണ് നമ്മുടെയൊക്കെ ആവശ്യം. നമുക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ നിലപാടും വളരെ തന്ത്രപരമായിട്ട് നമ്മൾ നിൽക്കും. അതിനൊക്കെ നമുക്ക് ന്യായമുണ്ട്. അറബികളുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ന്യായമില്ലാത്തതുള്ളൂ. അതും വലിയൊരു രാഷ്ട്രം വളഞ്ഞു കെട്ടി അള്ളാഹിൻ്റെ ഭൂമി സ്വന്തമാക്കി വച്ചിരിക്കുന്ന ആളുകളോടാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ വെറും ഒരു വ്യക്തി എന്നുള്ള നിലക്ക്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? അതായത് നമ്മൾ ഓരോരുത്തരും ഈ അറബ് ഭരണാധികാരികളുടെ ഒരു മിനിയേച്ചറാണ് നമ്മളും. അവരൊരു എലഫൻ്റൈൻ വെർഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ, വലിയൊരു വെർഷനാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും ഈ പറയുന്ന അർത്ഥത്തിൽ അതിൻ്റെ ചെറിയൊരു വെർഷനാണ്. വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത് എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ ഉപകാരപ്പെടും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗസ എന്ന് പറയുന്നത് നമ്മളെയും എക്സ്പോസ് ചെയ്യുന്നുണ്ട്, നമ്മുടെയും തനിനിറം എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഗസ. അതുകൂടി നമ്മൾ ആലോചിക്കണം. ബാക്കിയുള്ള അറബികളെ മാത്രമല്ല, അമേരിക്കയെ മാത്രമല്ല, അതേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, യുണൈറ്റഡ് നേഷനെ മാത്രമല്ല, വ്യക്തി എന്നുള്ള നിലക്ക്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ഓരോരുത്തരുടെയും കാപട്യം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ്, നമ്മുടെ ഓരോരുത്തരുടെയും തനിനിറം ഗസ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, തുറന്നു കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തിരുത്താവുന്നിടത്തൊക്കെ നമ്മളും തിരുത്തണം, ചെയ്യാവുന്നതൊക്കെ നമ്മളും ചെയ്യണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒക്ടോബർ 7 പിന്നെ ഗസ വംശഹത്യയുടെ 2ാം വർഷം എന്ന് പറയുന്നത്. 2 വർഷമായി. ആ ഒക്ടോബർ 7 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ആ ഒക്ടോബർ 7 കേരളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഗസയെക്കുറിച്ചുള്ള വിശാലമായ വാർത്തകളുണ്ട്. നിങ്ങൾ ചന്ദ്രിക നോക്കൂ, സുപ്രഭാതം നോക്കൂ, സിറാജ് നോക്കൂ. സിറാജുവിൻ്റെ ഡേറ്റ് ഒന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. 6-ാം തീയതിയാണ് അവർ കൊടുത്തതെന്ന് മാത്രം. അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതേപോലെ തന്നെ നിങ്ങൾ മാതൃഭൂമി നോക്കൂ, നിങ്ങൾ ദേശാഭിമാനി നോക്കൂ, മാധ്യമം നോക്കൂ, സുപ്രഭാതം നോക്കൂ. ഈ പത്രങ്ങളെല്ലാം അന്ന് ഫ്രണ്ട് പേജിൽ തന്നെ ഗസയെക്കുറിച്ചുള്ള ചിത്രത്തോടു കൂടിയുള്ള അവരുടെ രോക്ഷം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കൊടുക്കാത്ത മുഖ്യധാരയിലുള്ള ഏക പത്രം മലയാള മനോരമയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ പത്രങ്ങളുടെ നിലപാടുകളെയും ഗസ തുറന്നു കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് വായിച്ചാലേ ഉറക്കം വരുള്ളൂ എന്ന് വന്നാൽ പിന്നെ എന്താ നമ്മൾ പറയുക? അവരും പറയും ഖത്തർ പ്രതികരിക്കണില്ല, സൗദി അറേബ്യ പ്രതികരിക്കണില്ല എന്ന്. എല്ലാം മാതൃഭൂമി അടക്കം കൊടുത്തില്ലേ? മാതൃഭൂമി എഡിറ്റോറിയൽ അടക്കം എഴുതി. ദേശാഭിമാനി വലിയ അളവിൽ ആ വാർത്ത കൊടുത്തു. വലിയ അളവിൽ, വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള അളവിൽ ആ വാർത്ത കൊടുത്തു. വാർത്ത കൊടുക്കാത്ത ഏക പത്രം ഫ്രണ്ട് പേജിൽ, അകത്ത് ഏതാനും ചില വാർത്തകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ കൊടുത്തപ്പോൾ ജന്മഭൂമി ഒന്നും കൊടുത്തിട്ടില്ല. അത് നമുക്ക് മനസ്സിലാകും. ജന്മഭൂമി കൊടുക്കാത്ത മാനസികാവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ മനോരമ ഫ്രണ്ട് പേജിൽ ഒന്നും കൊടുത്തിട്ടില്ല. അകത്തെ പേജിലെ വാർത്തേനെ കുറിച്ച് 1.5 ഇഞ്ച് വലിപ്പത്തിൽ
11 വരി ആ ഫ്രണ്ട് പേജിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എങ്കിലാണ് നമുക്ക് മൊത്തം അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന സംഗതികളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാകും. നമുക്ക് ഈ രംഗത്തൊക്കെ പലതും ചെയ്യാൻ സാധിക്കും. ആ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ, മനുഷ്യൻ എത്രത്തോളം മൃഗമാകും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. മനുഷ്യൻ എത്രത്തോളം പിശാചാകും. ഉലായിക കൽ അൻആം ബൽഹും അളൽ. ഖുർആൻ പറഞ്ഞില്ലേ, ഉലായിക കൽ അൻആം, അവർ മൃഗമാണ്, ബൽഹും അളൽ, അതിനേക്കാൾ മോശമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ആരെന്തൊക്കെ തന്നെ ചെയ്താലും വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ കൃത്യം കണക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും, അത് നിലപാടിലാണെങ്കിലും അത് പ്രവർത്തനത്തിലാണെങ്കിലും, നിലപാടുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ നിലപാടാണ് എൻ്റെ പ്രവർത്തനമായിട്ട് പുറത്തു വരിക. അതുകൊണ്ട് നിലപാടാണ് ഏറ്റവും വലുത്. ആ നിലപാടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യുന്നത്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ആളുകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല, എല്ലാം നോക്കി തന്നെയാണ് ഇരിക്കുന്നത് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.